എനിക്ക് പറയാനുള്ളത് അധ്യാപകരും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം, നല്ല സൗഹൃദം ഉണ്ടാക്കണം. കുട്ടികൾ അവരുടെ ചെറിയ പ്രായത്തിൽ ഒരുപാട് കഴിവുകൾ അവരുടെ പുറത്തു വരും അറിയാതെ. ചിലപ്പോൾ വീട്ടിൽ വെച്ചായിരിക്കാം, ചിലപ്പോൾ സ്കൂളിൽ വെച്ചായിരിക്കാം. അങ്ങനെ കണ്ടാൽ അധ്യാപകരും രക്ഷകർത്താക്കളും തമ്മിൽ അത് പരസ്പരം പങ്കുവയ്ക്കണം. ഞാൻ പണ്ട് ഒരു ചരിത്രകാരൻ, കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ചരിത്രകാരൻ MGS നാരായണൻ എഴുതിയ ഒരു ലേഖനം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ലണ്ടനിൽ ഒരു സർവകലാശാലയിലെ വിസിറ്റിംഗ് പ്രൊഫസറായി പോകുന്നു. 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ആണെന്ന് തോന്നുന്നു മകനെ കൊണ്ടുപോയി ചേർക്കുന്നു സ്കൂളിൽ. ഒരു ദിവസം രാവിലെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ വിളിക്കുകയാണ്, ഏറ്റവും അടുത്ത ദിവസം വന്ന് പാരൻ്റായ നിങ്ങൾ സ്കൂളിൽ വരണമെന്ന്. അപ്പോൾ ഇവിടെ വീട്ടിലെ ആളെ വിളിപ്പിച്ച എന്താ നമ്മൾ കരുതുക, എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെന്നാണ് ബാധ കരുതുക. അപ്പോൾ അദ്ദേഹം ഭയന്ന് പിറ്റേ ദിവസം തന്നെ രാവിലെ സമയം അറിയിച്ച് അവിടെ ചെന്നപ്പോൾ പ്രിൻസിപ്പലിൻ്റെ മുറിയിലിരിക്കുന്നത് പ്രിൻസിപ്പൽ, ക്ലാസ് ടീച്ചർ, ഗഡോളം മാത്തമാറ്റിക്സിൻ്റെ ടീച്ചർ. അപ്പോൾ പ്രിൻസിപ്പൽ ക്ലാസ് ടീച്ചറോട് പറയാൻ പറഞ്ഞു, ക്ലാസ് ടീച്ചർ പറഞ്ഞു മാത്തമാറ്റിക്സ് ടീച്ചറോട് പറയാൻ പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ പ്രോബ്ലംസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, കണക്ക് ചെയ്യാനുള്ളത്, മാത്സ് ടീച്ചർ. അപ്പോൾ എല്ലാ കുട്ടികളും ഒരു നിശ്ചിത സമയം എടുക്കും ഇത് കൂട്ടി, അല്ലേ, ഡെറിവേഷൻ ഒക്കെ കഴിഞ്ഞ് ഇതെല്ലാം കൂട്ടി ഉത്തരം കണ്ടെത്താൻ കുറേ സമയം എടുക്കും. പക്ഷെ ഈ കുട്ടി, MGSൻ്റെ കുട്ടി, ഏറ്റവും വേഗത്തിൽ ഈ കണക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കുകയാണ് എല്ലാ ദിവസവും. അപ്പോൾ ഈ കുട്ടിക്ക് അത്ഭുതകരമായ കഴിവുകളുണ്ട് എന്ന് കരുതി മാത്തമാറ്റിക്സ് ടീച്ചർ ക്ലാസ് ടീച്ചർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു, ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പലിനെ റിപ്പോർട്ട് ചെയ്യുന്നു, പ്രിൻസിപ്പൽ ഉടനെ പിതാവിനെ വിളിച്ചു വരുത്തുന്നു. സംഭവം അന്വേഷിച്ചപ്പോൾ എന്താ സംഭവം എന്നറിയാമോ? അവൻ ഇവിടെ പഠിച്ചിട്ടാണ് പോയത്, ഇവിടെ നമ്മുടെ ടേബിൾ പഠിച്ചിട്ടാണ് പോയത്, പെരുക്കപ്പെട്ടിയാണ് അറിയാമല്ലോ, മാത്സിൽ നേരത്തെ പഠിപ്പിക്കും ഇവിടെ. പക്ഷെ അവിടെ പഠിപ്പിക്കുന്നത് ഹൈസ്കൂൾ ക്ലാസ്സിലെത്തുമ്പോഴാണ് ടേബിൾ പഠിപ്പിക്കുന്നത്. ഇപ്പം ടേബിൾ പഠിച്ചതുകൊണ്ട് മറ്റുള്ള കുട്ടികളെക്കാൾ വേഗത്തിൽ ഈ കുട്ടിക്ക് അത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു കുട്ടി പ്രത്യേകമായ കഴിവുകൾ കാണിച്ചപ്പോൾ അത് ആ ടീച്ചറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ്. എന്നിട്ട് അവർ പറയുന്നത് ഈ വലിയ ഒരു മാത്തമാറ്റീഷ്യനായി ഈ കുട്ടി മാറും, അതിനുള്ള എല്ലാ കഴിവുകളും ഉണ്ട്, അതുകൊണ്ട് മാതാപിതാക്കൾ കൂടി പ്രോത്സാഹിപ്പിക്കണം, കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കണം, മാത്സിന് കുട്ടിക്ക് താല്പര്യമുണ്ടെന്നാണ്. നമ്മുടെ കുട്ടികൾക്ക് അതുപോലെ പല വിഷയത്തിലും പല താല്പര്യങ്ങളും ഉണ്ടാവും പൊതുവെ ചെറുപ്പത്തിൽ. അത് മാതാപിതാക്കളും രക്ഷിതാക്കളും അത് കണ്ടുപിടിച്ച് അത് പരസ്പരം പങ്കുവച്ചാണ് ഷെയർ ചെയ്യേണ്ടത്.